സനോജിന് ധൈര്യമുണ്ടോ ഈ ചർച്ചയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ ഈ സമൂഹത്തിലെ മതേതരത്വത്തെ തകർക്കുന്ന വർഗീയവാദിയാണെന്ന് പറയാൻ? 5 വർഷം കൊണ്ട് 4.5 ലക്ഷം വീടുകൾ പണിതു കൊടുത്ത ഉമ്മൻചാണ്ടിയാണോ മിടുക്കൻ? 10 വർഷം കൊണ്ട് 4 ലക്ഷത്തിൽ എത്തിച്ച പിണറായി വിജയനാണോ മിടുക്കൻ? കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ ആവിഷ്കരിച്ച് പണം കണ്ടെത്തി നടപ്പിലാക്കിയ ഒരൊറ്റ ബിഗ് ടിക്കറ്റ് പ്രോജക്റ്റിന്റെ പറയണം. ശ്രീ രാജു പിനാർ, നോക്കൂ, അവസാന കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറുന്നത് എങ്ങനെയാണ്? അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന്. ഞാനന്ന് ജേർണലിസം വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഏറ്റവും അവസാന നിമിഷം പോലും വ്യക്തമാകാത്ത തരത്തിൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിന്റെ പേരിൽ അധികാരത്തിലാണ് ഏറ്റവും അവസാനം പോലും കയറിയത്. അവിടെ നിന്നാണ് 100 സീറ്റുകൾ എന്ന ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. സാധ്യമാകുന്നതാണോ? അത് സ്വാഭാവികമാണ്. ഒരു നേതൃയോഗം കഴിയുമ്പോൾ നേതാക്കൾ അണികളെ, സംഘടനാ സംവിധാനത്തെ ചടുലമാക്കാൻ വേണ്ടി നമ്മൾ ഭരിക്കും, നമ്മൾ 100 സീറ്റിലധികം നേടി ജയിക്കും എന്നേ പറയാൻ കഴിയുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോഴുള്ള സീറ്റിൽ നിന്ന് കഷ്ടിച്ച് 5 സീറ്റും കൂടിയേ കിട്ടുള്ളൂ എന്നൊന്നും പറയാൻ കഴിയില്ല. ഇതിപ്പോൾ അതാ നോക്കൂ, എം വി ഗോവിന്ദൻ മാഷിന്റെ ഒരു പ്രതികരണം നമുക്ക് കേൾക്കാം. പ്രൊഡ്യൂസർ അതൊന്ന് പ്ലേ ചെയ്യും. അത് ബോംബ് പൊട്ടുന്നില്ല, പണ്ട് പറഞ്ഞില്ലേ, ആ പൊട്ടിയില്ലല്ലോ ഇതുവരെ. അതുപോലെ 100ഉം പൊട്ടും. പക്ഷേ അല്ല, ഒരു വിസ്മയം ഉണ്ടാകാൻ പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യവും ഈ കേരളത്തിൽ അധികാരത്തിൽ വരും. ശ്രീ രാജു പിന്നാർ, 100ഉം പൊട്ടും എന്നുള്ളതാണ് തിരിച്ചടി. ശ്രീ എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒന്നുകൂടി കേട്ടിട്ട് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഏകദേശം 3 വർഷക്കാലത്തോളമായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ അവകാശവാദങ്ങളെല്ലാം എവിടെ എത്തി എന്നുള്ളത് അദ്ദേഹം സ്വയം ചിന്തിക്കണം. നാട്ടുകാരുടെ മുമ്പിൽ അപഹാസ്യരാവരുത്. ഇപ്പോൾ തൃക്കാക്കര നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? പുതുപ്പള്ളി നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? പാലക്കാട് നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അതിനുശേഷം നിലമ്പൂർ അദ്ദേഹം പറഞ്ഞത് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ കഴിഞ്ഞ 5 വർഷക്കാലം നടന്ന തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അങ്ങനെ നിങ്ങൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞതും വി ഡി സതീശൻ പറഞ്ഞതും തമ്മിൽ താരതമ്യം ചെയ്യാനാണെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷം വി ഡി സതീശൻ പറഞ്ഞ കണക്കിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരു ടീം വർക്ക് നടന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തെരഞ്ഞെടുപ്പുകൾ പിണറായി വിജയനെതിരായിട്ടുള്ള വികാരം മാത്രം കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരല്ല ഞങ്ങൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നടന്ന മിന്നുന്ന വിജയം വളരെ കൃത്യമായിട്ട് വാർഡ് അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ക്യാമ്പയിൻ 1 വർഷം നീണ്ടത് മിഷൻ 2025 എന്ന് നടത്തിയതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് വിജയം. അല്ലാണ്ട് ഞങ്ങൾ പിണറായി വിജയനെതിരെയുള്ള വികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം വോട്ടർ പട്ടിക വേണ്ടി എന്നാൽ വോട്ടുണ്ടാവണമെന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ കൃത്യമായ സംഘടനാ പ്രവർത്തനം നടത്തി. ഞാൻ ചോദിക്കട്ടെ മാധു, വി ഡി സതീശൻ പറഞ്ഞിടത്ത് അണുവിട വ്യത്യാസം എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? അണുവിട വ്യത്യാസം അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ നേതാവിൻ്റെ ക്രെഡിബിലിറ്റി. അതാണ് അത് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ഈ മുഴുവൻ നേതാക്കന്മാരും ഒരുമിച്ച് എന്തായാലും ഭാഗ്യത്തിന് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാണിച്ചൊരു മണ്ടത്തരം കൊണ്ട് നിങ്ങൾ നെഗറ്റീവ് ന്യൂസ് ഉണ്ടാക്കാൻ കഴിയുന്ന കൂടി പോസിറ്റീവായിട്ട് മാറുന്ന സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് തകർന്ന ഒരു സ്ട്രാറ്റജിയുള്ള ഒരു ഭരണപക്ഷത്തെയാണ് കാണുന്നത്. കിളിപോയ അവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ കൊളോക്കിയലായിട്ട് പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ശ്രീ ശ്രീ ശിവശങ്കരൻ പറഞ്ഞ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു തീർക്കാം. എനിക്ക് വലിയ കൗതുകമുണ്ട്. ഞാനും അല്ലെങ്കിൽ ഒരുപക്ഷെ സനോജും എല്ലാം ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. പക്ഷേ BJP എന്തായാലും ഞങ്ങൾ തോൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന് വാക്കുകൾക്കിടയിൽ കൂടി ഒന്നുകൂടി പറഞ്ഞു, പിണറായി വിജയനെതിരെയുള്ള വികാരമൊന്നും UDF കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ BJPക്ക് ഒരു ചർച്ചയിൽ വന്നിരുന്നത് ഞങ്ങൾ ഇത്ര സീറ്റ് ജയിക്കും എന്ന് പോലും പറയാൻ പറ്റാത്ത ആത്മവിശ്വാസത്തിലാണ്. സ്വാഭാവികമാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ പൊളിറ്റിക്കൽ വോട്ട് നോക്കിക്കഴിഞ്ഞാൽ 14.67% മാത്രമാണ് അവർക്ക് കിട്ടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 19.76 എന്നതിൽ നിന്ന് 5% താഴെ പോയി. ആത്മവിശ്വാസം ശിവശങ്കറിന് ഉണ്ടാവില്ല. അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് ഒരു ഭാഗം കൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ നിർത്തുകയാണ്. പിന്നെ ശ്രീ സനോജ് പറയുകയാണ് ഞങ്ങൾക്ക് വികസനമൊന്നും പറയാനില്ല. ഞാൻ ഈ ചർച്ചയിലെ കുറച്ചു സമയമെങ്കിലും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ചോദിക്കാം. സനോജ് വളരെ കൃത്യമായിട്ട് ഒഴിഞ്ഞു മാറാതെ പറയണം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ ആവിഷ്കരിച്ച് പണം കണ്ടെത്തി നടപ്പിലാക്കിയ ഒരൊറ്റ ബിഗ് ടിക്കറ്റ് പ്രോജക്റ്റിൻ്റെ പറയണം. ഒരൊറ്റ ബിഗ് ടിക്കറ്റ് പ്രോജക്റ്റ്. മെട്രോ എന്ന് പറയരുത്, വാട്ടർ മെട്രോ എന്ന് പറയരുത്, വിഴിഞ്ഞെന്ന് പറയരുത്. കാരണം ഇതൊന്നും നിങ്ങൾക്ക് യാതൊരു പദ്ധതി ആവിഷ്കരിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. മുഴുവൻ ചെയ്ത് എന്ന് മാത്രമല്ല, കൊച്ചി മെട്രോ പണി തീർത്തിടത്ത് നിന്ന് 1 കിലോമീറ്റർ അധികം 10 വർഷം കൊണ്ട് നിങ്ങൾക്ക് പണി തീർക്കാൻ പറ്റിയിട്ടില്ല. 1 കിലോമീറ്റർ. ഞാൻ കൊച്ചിക്കാരനാണ്. പിന്നെ രണ്ടാമത്തെ ബാക്കിയൊക്കെ പോട്ടെ, അത് പോട്ടെ. അപ്പൊ അദ്ദേഹം പറയട്ടെ ഒരു ബിഗ് ടിക്കറ്റ് പ്രോജക്ട്. സനോജിനോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ? എന്തോ VK സനോജിനോടുള്ള ചോദ്യമാണോ? അല്ലല്ല, അദ്ദേഹം എല്ലാം കൂടി പറയട്ടെ. നമ്മളിപ്പോ ഓരോന്ന് പറഞ്ഞ പിന്നെ അവസാനം അത് പോവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹം വലിയ ഇതിനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ
സർജറിക്ക് പോകുമ്പോൾ പഞ്ഞിയും നൂലും മേടിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥ കേരളത്തിന് ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? സനോജ് മറുപടി പറയണം. നിങ്ങൾ നടത്തിയ സദ്ഭരണത്തിൽ ഇന്ന് ഈ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ഉപകരണങ്ങളും മരുന്നുകളും കൊടുത്തതിന് KMSCL എത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് അങ്ങൊന്ന് പറയണം. സനോജ് പറയണം, നിങ്ങൾ നടത്തിയ സദ്ഭരണത്തിൽ ദളിത് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പും ഹോസ്റ്റൽ ഫീ ഉൾപ്പെടെ വെട്ടിക്കളഞ്ഞ 500 കോടി എന്തുകൊണ്ട് എന്ന് നിങ്ങൾ പറയണം. നിങ്ങളുടെ സദ്ഭരണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കുട്ടികൾക്ക് 3 റൂമുകളിലായി 120ഓളം കുട്ടികൾക്ക് കഴിയേണ്ടി വന്ന ഗതികേട് എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ പറയണം. 112 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ നിന്ന് നിങ്ങൾ വെട്ടിനിരത്തിയത് കൊണ്ട് ഉണ്ടായതല്ലേ എന്ന് നിങ്ങളൊന്ന് പറയണം. പിന്നെ 4,70,000 വീടിൻ്റെ കഥയാണ് പറയുന്നത്. നിങ്ങളുടെ തന്നെ മന്ത്രിമാർ, ഇനിയിപ്പോൾ ആ കൂടുതൽ ചർച്ചയിലേക്ക് രേഖകൾ വെച്ച് വേണമെങ്കിൽ വേറെ ഒരു നടത്താം. പക്ഷെ നിങ്ങളുടെ മന്ത്രിമാർ തന്നെ പറഞ്ഞ 5 വർഷം കൊണ്ട് 4.5 ലക്ഷം വീടുകൾ പണിതു കൊടുത്ത ഉമ്മൻചാണ്ടിയാണോ മിടുക്കൻ, 10 വർഷം കൊണ്ട് 4 ലക്ഷത്തിൽ എത്തിച്ച പിണറായി വിജയനാണോ മിടുക്കൻ? നിങ്ങളൊന്ന് പറയണം. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ വികസനത്തിന്റെ കഥയെടുത്ത് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് ഒരു വികസനവും നടന്നിട്ടില്ല എന്നുള്ളതും അതേസമയം തന്നെ ധനകാര്യ മിസ്മാനേജ്മെന്റ് കൊണ്ട് കടക്കണിയിലേക്ക് തള്ളിവിട്ടതാണ് എന്നുകൂടി പറയാം. ഇനി വർഗീയയുടെ കാര്യത്തിൽ ഞാൻ ഞാൻ ഈ ചർച്ചയിൽ ആവർത്തിക്കും. ഒരു 30 സെക്കൻഡ് ഞാൻ ഈ ചർച്ചയിലും ആവർത്തിക്കുന്നു. 2015 കോഴിക്കോട് നൌഷാദ് എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ മാൻഹോളിൽ വീണ് മരിച്ചപ്പോൾ ഞാനും സനോജും അതുപോലെ തന്നെ VD സതീശനും പിണറായി വിജയനുമെല്ലാം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്നുള്ളതും സമൂഹങ്ങളെ ഭിന്നിപ്പിക്കുന്ന മതേതര കേരളത്തിന് ഭീഷണിയാണ് എന്ന് ഞാൻ ആവർത്തിക്കുന്നു. സനോജിന് ധൈര്യമുണ്ടോ ഈ ചർച്ചയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ ഈ സമൂഹത്തിലെ മതേതരത്വത്തെ തകർക്കുന്ന വർഗീയവാദിയാണെന്ന് പറയാൻ? സനോജിന് ധൈര്യമുണ്ടോ?